ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് 10 പ്രീമിയം വെറൈറ്റി റോസുകളെയാണ് കേട്ടോ. അതെ, റോസ് എന്നൊരു പൂവിന് ലോകത്ത് ഒരിക്കലും ഫാഷൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെ, കാലം മാറും, ട്രെൻഡുകൾ ഇങ്ങനെ മാറി 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 വരും. പക്ഷേ റോസിൻ്റെ ഒരു സ്റ്റൈൽ, റോസിൻ്റെ ഒരു ലുക്ക്, റോസിൻ്റെ ഒരു സ്നേഹം അതൊരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ സാധാരണ നഴ്സറികളിൽ പോവാറില്ലേ? അപ്പോൾ നിങ്ങൾ റോസ് എന്ന് പറഞ്ഞാൽ എന്താ ചിന്തിക്കുക, എന്താ ചോദിക്കുക? മഞ്ഞ റോസ് ഉണ്ടോ, വെള്ള റോസ് ഉണ്ടോ, ചുവന്ന റോസ് ഉണ്ടോ? അതെ, അതാണോ റോസ് വെറൈറ്റീസ്? അല്ലേ അല്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വാവ് എന്ന് തോന്നിക്കുന്ന, നമ്മുടെ മനസ്സ് കീഴടക്കുന്ന പ്രീമിയം വെറൈറ്റി റോസസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സാധാരണ റോസുകളല്ല. അതെ, സാധാരണ ചുവപ്പ്, മഞ്ഞ, വെള്ള റോസുകളല്ല. പ്രീമിയം ക്ലാസ് ലുക്ക് നൽകുന്ന റെയർ വെറൈറ്റി, ഇൻ്റർനാഷണലി ഡിമാൻഡുള്ള, എന്താ പറയുക, നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് ലക്ഷറി ലുക്ക് കൊടുക്കുന്ന 10 സ്പെഷ്യൽ വെറൈറ്റി റോസസിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ, അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. റോസ് വളർത്തുന്നത് ഒരു ഹോബി മാത്രമാണോ? എന്നാൽ ചിലർക്കത് ഹോബി മാത്രമല്ല കേട്ടോ. അതൊരു ഇമോഷനാണ്, ഒരു ഐഡൻറ്റിറ്റി ആണെന്നും പറയാം. ചിലർക്കത് റിലാക്സേഷനാണ്, ചിലർക്കത് ബിസിനസ്സാണ്, ചിലർക്കൊരു പ്രൈഡാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ നഴ്സറി ഓണേഴ്സിനും ലാൻഡ്സ്കേപ്പേഴ്സിനും ഒക്കെ പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് റോസ് എന്ന് വെച്ചാൽ. ശരിക്കും നമ്മുടെ അടിപൊളി ഫ്ലവറിങ് ഗാർഡൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ഗെയിം ചേഞ്ചർ തന്നെ ആവുന്ന വെറൈറ്റി റോസുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ റോസ് വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ റോസ് മെയിൻ്റനൻസ് ഭയങ്കര കൂടുതലാണ്, റോസിന് ഡിസീസ് പിടിക്കും, ഇങ്ങനെയൊക്കെയല്ലേ കരുതാറുള്ളത്. പക്ഷേ ശരിയായ വെറൈറ്റി തിരഞ്ഞെടുക്കുമ്പോൾ, ശരിയായ കെയർ അറിയുമ്പോൾ റോസ് ഏറ്റവും കിഴലായിട്ട് നമുക്ക് സന്തോഷം തരുന്ന ഒരു പൂ വളർത്തലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നൽകുന്ന ഒരു ബിസിനസ്സും കൂടിയിട്ടാണ്. അപ്പോൾ ഹൈ ആയിട്ട് റിപ്പീറ്റ് ഡിമാൻഡുള്ള റോസുകളുണ്ട്, ഗിഫ്റ്റ് പർപ്പസിന് കൊടുക്കാൻ പറ്റുന്ന റോസുകളുണ്ട്. അങ്ങനെ പല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി റോസസിനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പ്രീമിയം റോസ് കളക്ഷൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം കേട്ടോ. ഒരുപാട് പ്രീമിയം റോസസ് ഉണ്ട്. അതിൽ ഒരു 10 റോസസിനെ മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന 10 വെറൈറ്റീസിൽ കളറിൽ യൂണിക്കായിട്ടുള്ളതുണ്ട്, പെറ്റൽ കൺഫർമേഷനിൽ ഡിഫറെൻറ്റ് സൈസ് ആയിട്ടുള്ളതുണ്ട്, ഫ്രാഗ്രൻറ്റിൽ റിച്ച് ആയിട്ടുള്ളതുണ്ട്, ഫ്ലവർ സൈസിൽ ഗ്രാൻഡായിട്ടുള്ളതുണ്ട്, മാർക്കറ്റ് ഡിമാൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഡേവിഡ് ഓസ്റ്റിൻ ഇംഗ്ലീഷ് സ്റ്റൈലിൽ ബ്ലൂമിങ് ചെയ്യുന്ന റോസുകളുണ്ട്, ചിലത് ബൈ കളർ റോസുകളുണ്ട്, ചിലത് എന്താ പറയുക ലക്ഷറി ടോൺ നൽകുന്ന റോസുകളുണ്ട്. അടിപൊളി റോസുകളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഒന്ന് മാത്രം നട്ടാലും ഒരു 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 ഫോക്കസ് പോയിൻ്റ് ആകുന്ന വെറൈറ്റീസാണ് ഞാൻ ഈ കാണിക്കുന്ന റോസുകളെല്ലാം തന്നെ. അപ്പോൾ നിങ്ങളൊരു ഗാർഡൻ ലവറാണോ, പ്രീമിയം കളക്ഷൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ നഴ്സറി ബിസിനസ്സിൽ നെക്സ്റ്റ് ലെവൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ, ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് തന്നെയാണ്. അതെ, നമ്മൾ റോസുകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്രീമിയം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാവരുടെ വീട്ടിലുള്ള റോസുകൾ വെക്കുന്നതിനെക്കാട്ടി പ്രീമിയം കളക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കും അതൊരു ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളിപ്പോൾ ഒരു വിൽപ്പനക്കാരനാണെന്നുണ്ടെങ്കിൽ അതിനും ആ വെറൈറ്റീസ് തേടി ഒരുപാട് പേര് എത്തുന്നുണ്ടാവും. നമ്മുടെ ഗാർഡനും അത് വല്ലാത്തൊരഴക് തന്നെ നൽകുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ, കാരണം ഞാൻ ഓരോ വെറൈറ്റീസിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അടിപൊളി വെറൈറ്റി റോസുകളാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളിപ്പോൾ കുറച്ച് കണ്ടു കഴിയുമ്പോൾ കുറേ പേർക്കൊക്കെ അതിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും കൂടെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ പ്രീമിയം വെറൈറ്റി ഏതാണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ക്രീപ്പർ റോസാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ഐഡി എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ നിശ്ചയമില്ല. പക്ഷേ ചോക്ലേറ്റിൻ്റെ നിറമുള്ള അടിപൊളി ക്രീപ്പർ റോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ക്യാൻഡി റോസൊക്കെ നേരത്തെ പ്രീമിയം വെറൈറ്റിയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്
ചോക്ലേറ്റ് ക്യാൻഡി അല്ല, ഇത് ചോക്ലേറ്റ് ക്രീപ്പർ റോസാണ്. അടിപൊളി ഫ്ലവറാണ്, ഒരു വല്ലാത്ത ലുക്കാണ്, ചെങ്കല്ലിൻ നിറമുള്ള സുന്ദരിയാണെന്നൊക്കെ പറയാം. നല്ല രസമായിട്ട് വിരിയുന്നതാണ്, നല്ല മണമുള്ളതാണ് കേട്ടോ, അടിപൊളിയാണ്. അടുത്തത് നമ്മുടെ അന്നക്കുട്ടി, അതെ അന്നെ ഡൂപ്പറി, അടിപൊളി ഒരു റോസ് വെറൈറ്റിയാണ്. ബുഷായിട്ടും ക്രീപ്പർ റോസായിട്ടും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. വല്ലാത്തൊരു സൗന്ദര്യമാണ് കേട്ടോ നമ്മുടെ അന്നക്കുട്ടിക്കുള്ളത്. കാര്യം പല രീതിയിലാണ് അതിൻ്റെ പൂക്കളുടെ പെറ്റൽസ് ഇങ്ങനെ മാറി 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 വരിക. ഒരു നാരങ്ങാമണമാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു സുഗന്ധമാണ്, അടിപൊളി ഒരു പ്രീമിയം വെറൈറ്റി പ്ലാന്റാണ്. നമുക്ക് ക്രീപ്പർ റോസായിട്ട് വേണമെങ്കിലും വളർത്താൻ പറ്റും, ചട്ടിയിൽ ബുഷായിട്ട് ഒതുക്കി വേണമെങ്കിലും വളർത്താൻ പറ്റും. എന്ത് രസമാണെന്നറിയോ ഇതിൻ്റെ പെറ്റൽസും ഇതിങ്ങനെ അടുങ്ങി പിടിച്ച് നിൽക്കുന്നതൊക്കെ കാണാൻ. ഇതേ നോക്കിക്കുക അതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ. അടുത്തത് നമ്മുടെ ജസ്റ്റ് ഇമാജിൻ റോസാണ്. അതെ ജസ്റ്റ് ഇമാജിൻ, ഇതിൻ്റെ ബ്യൂട്ടി. എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വല്ലാത്തൊരു ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കളേഴ്സാണ് ഇതിൽ, ആ ഒരു ഷെയ്ഡ്സാണ് ഇതിൽ വരിക. ഓരോ പൂവും വ്യത്യസ്തമാണ്, ഒന്നും ഒരുപോലെ നിൽക്കില്ല. അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഡേവിഡ് ആസ്റ്റിൻ കുടുംബത്തിൽപ്പെട്ടതാണെന്ന് പറയുന്നു, പക്ഷെ ഉറപ്പില്ല കേട്ടോ. നല്ല മണമുള്ളതാണ്, നല്ല രസമായിട്ട് നിൽക്കുന്ന പൂക്കളാണ്. നല്ല ബഞ്ചായിട്ട് പിടിക്കുകയും ചെയ്യും, കണ്ടോ അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ്. നല്ല പെറ്റൽ കൗണ്ടാണ് ഇതിലുള്ളത്, നിറച്ചുണ്ട്. അടിപൊളി ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ റോസിൻ്റെ കൃത്യമായ പേര് എനിക്കറിയില്ല, പക്ഷേ റോയൽ ലുക്ക് നൽകുന്ന ഒരു പ്രീമിയം വെറൈറ്റിയിൽ വരുന്ന ഒരു റോസാണെന്ന് ഇതെന്നുള്ളതിൽ സംശയമില്ല. കാര്യം ഇത് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആരായാലും എടുത്തു പോകും. അത്രയും ഒരു റിച്ച് ലുക്കാണ് ഈ ഒരു റോസിന് വരുന്നത്. കണ്ടില്ലേ, നിങ്ങളെന്നെ നോക്കിയേ, എന്താ അതിൻ്റെ ഭംഗിയെന്ന് നോക്കിയേ, എന്താ അതിൻ്റെ പെറ്റൽ കൗണ്ടെന്ന് നോക്കിയേ, അതിൻ്റെ ആ സ്ട്രോങ്നെസ്, ശരിക്കും അടിപൊളി ഒരു പൂവ്. അടുത്തത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക, യെല്ലോ ക്രീപ്പർ റോസാണ് കേട്ടോ. സോറി, യെല്ലോ ഓർക്കിഡ് റോസാണ്. ക്രീപ്പർ എന്ന് വേണമെങ്കിലും പറയാം, നമുക്കൊരു സെമി ക്രീപ്പറായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് യെല്ലോ ഓർക്കിഡ് റോസ്, അല്ലെങ്കിൽ ഫെയറി യെല്ലോ. ഒരു റിച്ച് ലുക്ക് നൽകുന്ന, ഒരു എലഗൻ ലുക്ക് നൽകുന്ന അടിപൊളി ഒരു റോസ് വെറൈറ്റിയാണത്. കണ്ടില്ലേ എന്താ രസമെന്ന് നോക്കിയേ. നമുക്ക് ശരിക്കും ഒരു ഓർക്കിഡ് റോസിൻ്റെ സ്ട്രക്ചറൊക്കെയാണ് ഇതിൻ്റെ പൂക്കളെക്കാട്ടിയും ഭംഗി ഇതിൻ്റെ ഇലകൾ കാണാനാണ് കേട്ടോ. നല്ല കുഞ്ഞൻ ഇലകളുമായിട്ട് നല്ല സ്റ്റൈലായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു പൂവിനെ കാണാൻ വല്ലാത്തൊരു ലുക്കാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ദേണ്ടേ നമ്മുടെ ഫെയറിയാണ് കേട്ടോ. ഫെയറിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു സൗന്ദര്യം എന്നാ. അതെ, ബഞ്ചായിട്ട് പിടിക്കുന്നതാണ് ഫെയറി റോസ് എന്ന് പറഞ്ഞാൽ. ഫെയറി പിങ്ക് കണ്ടില്ലേ, എന്ത് കൂട്ടായിട്ടാണ് പിടിക്കണേ. നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ചാൽ ത്രൂ ഔട്ട് നമുക്കിങ്ങനെ ഫ്ലവർ നൽകിക്കൊണ്ടേയിരിക്കുന്നൊരു പ്ലാന്റാണ്. വലിയ കെയർ ഒന്നും കൊടുക്കാതെ തന്നെ അടിപൊളി ഫ്ലവേഴ്സ് ഇങ്ങനെ തരുന്നതാണ്. അടുത്തത് നമ്മുടെ ഫെയറി ഓറഞ്ചാണ്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂക്കളിലൊന്നാണ് ഈ ഫെയറി ഓറഞ്ച് എന്ന് വെച്ചാൽ. ഇതൊക്കെ അങ്ങോട്ട് ബഞ്ചായിട്ട് പിടിച്ച് നിൽക്കുന്ന കണ്ടുണ്ടല്ലോ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല, അത്ര രസമാണ്. വിരിയുമ്പോൾ ഈ ഡാർക്ക് ഓറഞ്ച് കളറാണ്, അതിനുശേഷം ആ ഷെയ്ഡ് മാറി 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 ഒരു നരച്ച വെള്ളയിലേക്ക് എത്തിയിട്ട് പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ സ്ട്രോങ് പെറ്റൽസാണ്, നല്ല കട്ടിയുള്ള ലീവ്സാണ്, ചെറിയ ലീവ്സാണ്. നല്ല രസമായിട്ട് നമുക്കൊരൊറ്റ പ്ലാന്റ് മതി ചെറിയൊരു പൂമരമൊക്കെ ആയിട്ട് വളർത്തിയിട്ട് അടിപൊളിയാക്കാം. അടുത്തത് വന്നിട്ട് ദേണ്ടേ നമ്മുടെ വയലറ്റ് ക്രീപ്പർ റോസാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് ഒരു രക്ഷയില്ലാത്തതാണ്. വയലറ്റ് റോസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും, പക്ഷെ വയലറ്റ് ക്രീപ്പർ റോസ് എന്ന് വെച്ചാൽ അതൊരു അപാര ലുക്കുള്ള പ്ലാന്റാണ് കേട്ടോ. എനിക്ക് പറയാൻ വയ്യ, അത്രയും രസമായിട്ട് നമ്മുടെ ഗാർഡനിലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഈ വയലറ്റ് ക്രീപ്പർ റോസ്. അതെ, അടിപൊളി നൈറ്റ് ഓൾ ക്രീപ്പർ റോസ് ഒന്നും ഇതിന് പറയാറുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അടുത്തത് നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ മോൺകോർ റോസ്. അതെ, ശരിക്കും ഇംഗ്ലീഷ് റോസ് വെറൈറ്റിയിലെ അടിപൊളി സുന്ദരിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു പ്രീമിയം റോസ് വെറൈറ്റി. അടുത്തതായിട്ട് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. മിഡ് നൈറ്റ് ബ്ലൂവും പ്രീമിയം റോസ് വെറൈറ്റീസിൽ പെടുന്നതാണ് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ എന്ന് വെച്ചാൽ. അല്ല കണ്ടില്ലേ എന്താ രസമെന്ന് നോക്കി, നിറച്ച് നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് 10 പ്രീമിയം വെറൈറ്റി റോസുകളെ നിങ്ങൾ കണ്ട് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രീമിയം റോസ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്, വാട്സപ്പ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്, വെബ്സൈറ്റ് വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.